ഹായ് ഡിയേഴ്സ്, നീറ്റ് 2025 കെമിസ്ട്രിയിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോടാ. യെസ്, ദ റേഷ്യോ ഓഫ് വേവ് ലെങ്സ് ഓഫ് ദ ലൈറ്റ് അബ്സോർബ്ഡ് ബൈ എ ഹൈഡ്രോജൻ ആറ്റം when it undergoes n equal to 2 to n equal to 3 and n equal to 4 to n equal to 6 transitions respectively. അതായത് n equal to 2 3ലേക്കുള്ള ട്രാൻസിഷനിൽ അബ്സോർബ് ചെയ്യുന്ന വേവ് ലെങ്ത്, 4 to 6 ട്രാൻസിഷനിൽ അബ്സോർബ് ചെയ്യുന്ന വേവ് ലെങ്ത്, ഈ രണ്ട് വേവ് ലെങ്ത്തുകളുടെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. മക്കളെ, നമുക്ക് റിഡ്ബർഗ് ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. എന്തായിരുന്നു വേവ് നമ്പർ കാണാനുള്ള ഫോർമുല? അല്ലെങ്കിൽ 1/λ is equal to r into റിഡ്ബർഗ് കോൺസ്റ്റന്റ് ആണ് r into 1/n1² minus 1/n2². അതിൽ ചെറിയ നമ്പർ n1, വലുത് n2. സോ അങ്ങനെയാണ് 1/2². ഫസ്റ്റ് ട്രാൻസിഷനിൽ 1/2² മൈനസ് 1/3². അതിന് ഞാൻ തൽക്കാലം λ1 എന്ന് കൊടുക്കാം. സോ അങ്ങനെയാണ് എന്ത് വരും മക്കളെ? 1/2² എന്ന് പറഞ്ഞാൽ 1/4, 1/3² 1/9, 9 - 4 എത്രയായി? 9 - 4 5, 5/36 എന്ന് വരും, 5/36 എന്ന് വരും. റെസിപ്രോക്കൽ എടുത്താൽ λ1 is equal to എന്ത് വരും? 36 divided by 5r അല്ലെ? 36 divided by 5r, ഇതാണ് λ1. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ട്രാൻസിഷനിൽ λ2 എന്ത് വരുന്നു എന്ന് പറഞ്ഞാൽ λ2 ഏതാ ട്രാൻസിഷൻ? 4 to 6 ആണ്. So 1/λ2 is equal to r into 1/n1², 1/4² 1/4² അല്ലെ? 1/4² എന്ന് പറയുമ്പോൾ 1/16 മൈനസ് 1/6² അല്ല, 6² എന്ന് പറഞ്ഞാൽ 36 ആണ്. അപ്പൊ എന്ത് വരും? 36 മൈനസ് 16 20 അല്ലെ? 20/16 into 36 എന്ന് വരും. ഓക്കെ, അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ λ2 is equal to എന്ത് വരും? 16 into 36, 16 into 36 divided by 36 minus 16 എത്രയാണ്? 20 ആണ്. സോ 20r എന്ന് വരും. 20r റെഡിയാണോ? അതിൽ നമുക്ക് 16ഉം 20ഉം കട്ട് ചെയ്താൽ 4/5 ആണ്. സോ 4 into 36 divided by 5r, ഇതാണ് λ2. അങ്ങനെയാണ് λ1/λ2 എന്ത് വരും മക്കളെ? λ1/λ2 is equal to, രണ്ടിന്റെയും ഡിനോമിനേറ്ററിൽ 5r തന്നെയാണ്. സോ അങ്ങനെയാണെങ്കിൽ എന്ത് വരും നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞേ? λ1 36 ആണ്. സോ 36 divided by 4 into 36 അങ്ങനെയല്ലേ വരിക? സോ 36 നമുക്ക് കട്ട് ചെയ്യാം. സോ ഇറ്റ് ഈസ് 1/4 or 1:4, 1:4 or 1/4. സോ ഓപ്ഷൻ 4 is the right answer. ക്ലിയർ ആണോ മക്കളെ ചെയ്തത്? ഓക്കെ അല്ലേ? ഓക്കെ.